Hi everyone. നമുക്ക് all combinations എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്യാം. Given an array of integers, find all combinations. Input 1, 2, 3. Output empty list 1, 1, 2, 1, 2, 3, 1, 3, 2, 2, 3, 3. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു array of integers തന്നിട്ടുണ്ടാവും. ആ integers എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കോമ്പിനേഷൻസും ഔട്ട്പുട്ടിൽ ഒരു ലിസ്റ്റിന്റെ രൂപത്തിൽ തരണം. ഇവിടെ 1, 2, 3 വെച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് കോമ്പിനേഷൻസ് ഓഫ് സൈസ് 0, അങ്ങനെ നമുക്ക് എം ഡി ലിസ്റ്റ് കിട്ടി. പിന്നെ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 1, അങ്ങനെ നമുക്ക് 1, 2, 3 കിട്ടി. പിന്നെ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 2, 1, 2, 1, 3, 2, 3. പിന്നെ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 3, അങ്ങനെ നമുക്ക് 1, 2, 3യും കിട്ടി. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എലമെന്റ്സ് ഓഫ് ഔട്ട്പുട്ട് ലിസ്റ്റ് ക്യാൻ ബി ഇൻ എനി ഓർഡർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിന്റെ ഉള്ളിൽ കുറെ ലിസ്റ്റുകളുണ്ട്. എലമെന്റ്സ് ഓഫ് ഔട്ട്പുട്ട് ലിസ്റ്റ് ക്യാൻ ബി ഇൻ എനി ഓർഡർ. ഈ ഔട്ട്പുട്ട് ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഈ ചെറിയ ലിസ്റ്റുകളെല്ലാം അല്ലേ, അതിനെ ഏത് ഓർഡറിൽ വേണേലും ഔട്ട്പുട്ടിൽ വരാം. അത് കുഴപ്പമില്ലെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 3 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 1, 2, 3. അതിന്റെ പോസിബിൾ കോമ്പിനേഷൻസാ ഔട്ട്പുട്ടിലുള്ളത്. ഈ ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻപുട്ടിലുള്ള ഓരോ എലമെന്റിനും 2 ചോയ്സസാണ് ഉള്ളത്. ഏതൊക്കെയാ 2 ചോയ്സസ്? ഒന്നുകിൽ നമുക്ക് ആ എലമെന്റിനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കാം. ഓരോ എലമെന്റിനും 2 ചോയ്സസാണ് ഉള്ളത്. അതിനെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കാം, നോട്ട് സെലക്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ എലമെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാണ്ടിരിക്കാം. നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന കോമ്പിനേഷൻസിൽ അന്നേരം 2 ചോയ്സസ് ആ 1 എന്ന് പറഞ്ഞ എലമെന്റിനുള്ളത്. 2 എന്ന് പറഞ്ഞ എലമെന്റിനും ഈ സെയിം 2 ചോയ്സസ് തന്നെ ഉള്ളത്. സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാണ്ടിരിക്കാം. അന്നേരം വീണ്ടും 2 തന്നെ. 3 എന്ന് പറഞ്ഞ എലമെന്റിനും 2 ചോയ്സസ് ഉള്ളത്. സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാണ്ടിരിക്കാം. അതും 2 തന്നെ. 2 into 2 into 2, 8 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്. ഇവിടെ നമ്മൾ എങ്ങനെയായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് കണ്ടുപിടിച്ചേ? ഓരോ എലമെന്റിനും 2 ചോയ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. സെലക്ട്, നോട്ട് സെലക്ട്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ റിക്കർഷൻ ഉപയോഗിച്ചായിരിക്കും ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോ എലമെന്റിന് 2 ചോയ്സസാണ് ഉള്ളത്, സെലക്ട്, നോട്ട് സെലക്ട്. ഇവിടെ 3 എലമെന്റ്സാണ് ഉള്ളത്, 1, 2, 3. ഓരോ എലമെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കാം. നമുക്ക് റിക്കേഷനിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഒരു ഫംഗ്ഷനാണ്. ഞാൻ ആ ഫംഗ്ഷന് എഫ് എന്ന് പേര് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ എലമെന്റിനെയും ഇൻഡെക്സ് കൊണ്ടായിരിക്കും ഫംഗ്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക. അന്നേരം ഇനിഷ്യലി നമ്മൾ 0th ഇൻഡെക്സിലാന്ന് വിചാരിച്ചോ. നമ്മൾ ഔട്ട്പുട്ടിൽ നോക്കിയാൽ ഒരു ലിസ്റ്റ് ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോമ്പിനേഷൻസ് എല്ലാം പല പല ലിസ്റ്റിലായിരുന്നു തന്നിരുന്നത്. അന്നേരം ആ കോമ്പിനേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലിസ്റ്റ് വേണ്ടേ? സീറോയും ഒരു ലിസ്റ്റും ആയിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഇൻപുട്സ്. 0th ഇൻഡെക്സിലുള്ള എലമെന്റിന് 2 ചോയ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, സെലക്റ്റും നോട്ട് സെലക്റ്റും. സെലക്ട് ചെയ്താൽ യെസ്, സെലക്ട് ചെയ്തില്ലെങ്കിൽ നോ. 0th ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ 1 വരും. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലോട്ടായിരിക്കും മൂവ് ചെയ്യുക, f(1). സെലക്ട് ചെയ്തില്ലെങ്കിലോ f(1) എം ഡി. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തില്ല.
ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റ് ഏതായിരുന്നു? 2 ആയിരുന്നു. സെലക്ട് ചെയ്തപ്പം 2 ഇവിടെ വന്നു. സെലക്ട് ചെയ്തില്ല, ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്തില്ല. അന്നേരം f(2) 1. ഇനി സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യാണ്ടിരിക്കാം. സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെന്റ് ഏതായിരുന്നു? 3. സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് 1 2 3 എന്ന് കിട്ടി. സെലക്ട് ചെയ്യാണ്ടിരുന്നപ്പോഴോ f(3) 1 2 എന്നും കിട്ടി. ഇനി f(3) 1 2 3 എത്തിയപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ലെങ്ത് ഓഫ് അറേ ആയില്ലേ? ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് അറേ അല്ലേ? ഇവിടെ 1 2 3 ആയിരുന്നു എലമെന്റ്സ്, 3 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് 3യിലാണ് നിൽക്കുന്നതെന്നാണ്. ഇൻഡെക്സ് 3 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് അറേ ആണ്. എല്ലാ എലമെന്റ്സിനെയും നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അന്നേരം ഇതെല്ലാം നമ്മുടെ ലീഫ് നോഡ്സ് ആയിരിക്കും ഇൻഡെക്സ് 3 വരുന്നത്. ഇപ്പൊ പറഞ്ഞ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ റിക്കർഷൻ ട്രീ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഫുൾ റിക്കർഷൻ ട്രീ ഇങ്ങനെയാണ് ഇരിക്കണേ. ഇതിൽ ഞാൻ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്ന എല്ലാം ലീഫ് നോഡ്സ് ആണ്. ഈ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്ന ആ ലീഫ് നോഡ്സിൽ ഉള്ള ലിസ്റ്റുകളെല്ലാം നമ്മുടെ കോമ്പിനേഷൻസ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ എക്സിക്യൂഷൻ നോക്കാം. f(0) എം ഡി ലിസ്റ്റ് ചെയ്യുന്ന f(1) 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോഡിലോട്ട് പോയി, പിന്നെ f(2) 1 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോഡിലോട്ട് പോയി, പിന്നെ f(3) 1 2 3 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോഡിലോട്ട് പോയി. ഇവിടെ f(2) 1 2 ചെയ്ത് എന്തായിരുന്നു? f(3) 1 2 3യെ കോൾ ചെയ്ത്. അന്നേരം ഇവിടെയുള്ള ലിസ്റ്റിൽ 1 2 3 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ f(3) 1 2നെ f(2) 1 2 എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ 1 2 3 എന്ന് പറഞ്ഞ ഈ ലിസ്റ്റിൽ നിന്ന് 3യെ റിമൂവ് ചെയ്യണം. നമ്മൾ ഈ ലിസ്റ്റിലോട്ട് ഒരു എലമെന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യണം, റൈറ്റ് നോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം f(0) എം ഡി ലിസ്റ്റ് ആയിരുന്നു, അത് f(1) 1നെ കോൾ ചെയ്ത്, പിന്നെ f(1) എം ഡി ലിസ്റ്റിനെയും കോൾ ചെയ്ത്. അന്നേരം ആദ്യം ഈ ഒരു പാർട്ടായിരിക്കില്ലേ എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സിക്യൂഷൻ കഴിഞ്ഞ് ചൈൽഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ റൈറ്റ് ചൈൽഡ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ f(1) എം ഡി ലിസ്റ്റ്, ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ എലമെന്റിനെ, ഇവിടെ 1നെ ആയിരുന്നു നമ്മൾ ഈ എം ഡി ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്തത്, അതിനെ റിമൂവ് ചെയ്യണം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ എം ഡി ലിസ്റ്റില്ലേ, ഇതിനെ ബഫർ എന്നാണ് നോർമലി വിളിക്കാറ്. ഇതൊരു ടെമ്പററി ലിസ്റ്റ് ആണ്, ഇതിലെ കണ്ടന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ കോഡ് നോക്കാം. ബഫർ ഈക്വൽ ടു എം ഡി ലിസ്റ്റ്, റിസൾട്ട് ഈക്വൽ ടു എം ഡി ലിസ്റ്റ്. ഈ റിസൾട്ടിലോട്ടാണ് നമ്മൾ കോമ്പിനേഷൻസിനെ എല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ കോമ്പിനേഷൻസ് അറേ ബഫർ 0 റിസൾട്ട്. ഫൈൻ കോമ്പിനേഷൻസ് എന്ന നമ്മുടെ ഫംഗ്ഷന്റെ പേര്. അതിന്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? അറേ ഉണ്ട്, പിന്നെ ബഫർ ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഉണ്ട്, പിന്നെ റിസൾട്ട് അറേ ഉണ്ട്. ഡെഫ് ഫൈൻ കോമ്പിനേഷൻസ് അറേ ബഫർ ഐ റിസൾട്ട്. ഇഫ് ഐ ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ. ഇതാണ് നമ്മുടെ ബേസ് കേസ്. അന്നേരം എന്താ ചെയ്യണ്ടേ? ബഫർ ലിസ്റ്റിനെ റിസൾട്ട് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യല്ലേ വേണ്ടത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. റിസൾട്ട് ഡോട്ട് അപ്പൻ ബഫർ, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു കോളൻ. അതെന്തിനാന്ന് ഞാൻ പിന്നെ പറയാം. റിട്ടേൺ സെലക്ട് നോട്ട് സെലക്ട് എന്ന് പറഞ്ഞ 2 ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ആദ്യം ബഫറിലോട്ട് നമ്മൾ എലമെന്റിനെ ആഡ് ചെയ്യും. ബഫർ ഡോട്ട് അപ്പൻഡ് അറേ ഓഫ് ഐ. ഫൈൻ കോമ്പിനേഷൻസ് അറേ ബഫർ i+1 റിസൾട്ട്. അടുത്ത ഇൻഡെക്സിലോട്ട് നമ്മൾ പോവാണ്, അതുകൊണ്ടാണ് ഇവിടെ i+1. പിന്നെ നമ്മൾ ബഫറിൽ നിന്ന് എലമെന്റിനെ റിമൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു, ബഫറിലോട്ട് എലമെന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ചൈൽഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്
എലമെന്റിനെ റിമൂവ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബഫർ ഡോട്ട് പോപ്പ്. ഫൈൻഡ് കോമ്പിനേഷൻസ് അറേ ബഫർ i+1 റിസൾട്ട്. ഇത് നോട്ട് സെലക്ടിന്റെ കേസാണ്. നമ്മൾ ബഫറിലോട്ട് എലമെന്റിനെ ഒന്നും ആഡ് ചെയ്തില്ല. റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ബഫർ ബ്രാക്കറ്റിന്റെ ഉള്ളില് ഒരു കോളൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബഫർ, അതിലെ എലമെന്റ്സ്, നമ്മുടെ ബഫർ ഏതായിരുന്നു? ഈ ലിസ്റ്റ് ആയിരുന്നു. ഈ ലിസ്റ്റില് ഇവിടെ എത്തിയപ്പം അത് 1 2 3 ആയിരുന്നു ആ ബഫറിലെ എലമെന്റ്സ്. ആ ഒരു ടൈമില് നമ്മൾ റിസൾട്ടിലോട്ട് ആഡ് ചെയ്ത് ബഫറിനെ നമ്മൾ റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ബഫർ എന്ന് പറഞ്ഞാൽ ഈ സെയിം അറേ ആണ് ജസ്റ്റ് ആഡ് ചെയ്യുന്നത്. അന്നേരം ഈ അറേ, അതിലെ എലമെന്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല. ഇവിടെ എത്തിയപ്പോൾ 1 2 ആയിരുന്നു, ഇവിടെ 1 3 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു, 2 3 ആയിരുന്നു, പിന്നെ 2 ആയിരുന്നു, 3 ആയിരുന്നു, പിന്നെ എം ഡി ആയിരുന്നു. ഫൈനലി അതിന്റെ വാല്യൂ എം ഡി ആയിരുന്നു. അന്നേരം നമ്മൾ റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ലിസ്റ്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അന്നേരം നമുക്ക് ഇപ്പോഴത്തെ എക്സാമ്പിൾ ആണ് 3 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം 2�3 8 കോമ്പിനേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 8 കോമ്പിനേഷൻസിലും ഫൈനലി ഉള്ള ബഫറിന്റെ വാല്യൂ ആയിരിക്കും കിട്ടുക. അതെന്ന് പറഞ്ഞാൽ എം ഡി ആയിരിക്കും, അതായിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ബഫറിന്റെ കോപ്പി ആയിരിക്കും എപ്പോഴും റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യുക. അതാണ് ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റും കോളനും കൊണ്ട് മീൻ ചെയ്യുന്നത്. ബഫറിന്റെ കോപ്പിയെ വേണം റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യാൻ. കോപ്പിയെ അപ്പൻഡ് ചെയ്തില്ലെങ്കിൽ ഫൈനൽ വാല്യൂ ഓഫ് ബഫർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫൈനൽ വാല്യൂ ഓഫ് ബഫർ എന്താണ്? എം ഡി ലിസ്റ്റ് ആണ്. അതായിരിക്കും നമുക്ക് റിസൾട്ടിൽ വരിക. റിസൾട്ടിലെ എല്ലാ എലമെന്റ്സും എം ഡി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബഫറിന്റെ കോപ്പി റിസൾട്ടിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2⁻n ആണ്. 2⁻n ഫംഗ്ഷൻ കോൾസ് ആണ് ഉള്ളത്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഓർഡർ ഓഫ് ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത്. n എലമെന്റ്സ് അറേയിലുള്ള, അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. നമുക്ക് റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ബഫർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റില് കോളൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കാം. ഇവിടെ ബഫർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫറിന്റെ കോപ്പി എടുക്കുക, എന്നിട്ട് റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യാന്നാണ് മീൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ബഫറിന്റെ കോപ്പി എടുക്കേണ്ടി വരുന്നത്? അത് നമുക്ക് നോക്കാം. ഇവിടെ ബഫറിന്റെ ഇനിഷ്യൽ വാല്യൂ എം ഡി ലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ബഫറിൽ എലമെന്റ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പല പല ചിൽഡ്രനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാം. ഈ ബഫറിലെ കണ്ടന്റ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലീഫ് നോഡിൽ എത്തുമ്പോൾ റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യുന്നത് ബഫറിന്റെ ഒരു കോപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിന്റെ ഒരു കോപ്പി എടുത്തിട്ടായിരിക്കും നമ്മൾ റിസൾട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്. കോപ്പി എടുത്തില്ലെങ്കിൽ ബഫറിന്റെ ഫൈനൽ വാല്യൂ ആയിരിക്കും നമ്മുടെ കോമ്പിനേഷൻസിലെല്ലാം വരിക. ഫൈനൽ വാല്യൂ എന്താണ്? എം ഡി ലിസ്റ്റ്. എം ഡി ലിസ്റ്റ് ആയിരിക്കും നമുക്കുള്ള കോമ്പിനേഷൻസിൽ മൊത്തം വരിക. 1 2 3 എന്ന് പറഞ്ഞ ഈ ലിസ്റ്റിന്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടോട്ടലി 8 കോമ്പിനേഷൻസ് അല്ലേ ഉണ്ടായിരിക്കുക. ആ 8 കോമ്പിനേഷൻസിലും എം ഡി ലിസ്റ്റ് ആയിരിക്കും. ഈ ഒരു കോഡിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 2⁻n ആണ്. കാരണം ഓർഡർ ഓഫ് 2⁻n ഫംഗ്ഷൻ കോൾസ് ഉണ്ടായിരിക്കും. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ റിക്കർഷൻ ട്രീ അത് n ആയിരിക്കും. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2⁻n ഇൻറ്റു n ആയിരിക്കും. നമുക്ക് ടോട്ടലി 2⁻n ഫംഗ്ഷൻ കോൾസ് ഉള്ളത്. അതിൽ ലാസ്റ്റ് ലെവലിൽ നമ്മളൊരു ബഫറിന്റെ കോപ്പി ചെയ്യുന്നുണ്ട്. ഈ ബഫറിന് എടുക്കാവുന്ന മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ n ആണ്. അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2⁻n ഇൻറ്റു n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഇത് നമ്മുടെ കോൾ സ്റ്റാക്കിന് എടുക്കുന്ന സ്പേസ് ആണ്. ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ റിക്കർഷൻ ട്രീ.